ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഈസി ആയിട്ടുള്ളൊരു പെരിഞ്ചീരകത്തിന് മുട്ടക്കറിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ മുട്ട വേവിക്കാൻ വെക്കുക. നിങ്ങൾ എത്ര ആൾക്കാരാണുള്ളത് അതിനനുസരിച്ചിട്ട് മുട്ട വെക്കുക. അതിനുശേഷം ഒരു കടായി വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ഇതിന് കുറച്ച് അധികം ഓയിൽ ആവശ്യമാണ്. കാരണം ഉള്ളി നന്നായി വയന്ന് കിട്ടുന്നതുകൊണ്ട് തന്നെ കുറച്ചധികം ഓയിൽ ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു 3 സവാള എടുത്തിട്ടുണ്ട്. അത് നന്നായി വഴറ്റിയെടുക്കുക. ആ എണ്ണയിൽ കിടന്ന് നന്നായി വയന്നോട്ടെ. ഈ മുട്ടക്കറിക്ക് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ആവശ്യമില്ല. വെറും മുളക് പൊടി മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. പിന്നെ പെരുംജീരകം. ഇപ്പം ഞാൻ ഇട്ട് കൊടുക്കുന്ന പെരുംജീരകമാണ്. പെരുംജീരകം പൊടിച്ചതാണ്. അധികം ഇതാവേണ്ട, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. അധികം പൊടിയാൻ പാടില്ല. അപ്പോൾ പെരുംജീരകം ഇട്ട് നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. പെരുംജീരകം വഴന്ന് വന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് കുറച്ച് കരിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കരിവേപ്പിലയും നന്നായി ഒന്ന് വഴറ്റിയെടുക്കുക. ഈ മുട്ടക്കറിൻ്റെ മെയിൻ എന്താണെന്ന് വെച്ചാൽ ഇത് നന്നായി വഴറ്റിയെടുക്കണം. അതുകൊണ്ടാണ് കുറച്ചധികം ഓയിലും യൂസ് ചെയ്യുന്നത്. ഇത് നന്നായി വഴന്നതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലിയും 1 ടീസ്പൂൺ സാദാ ചില്ലി പൗഡറാണ് ഇട്ട് കൊടുക്കുന്നത്. അതിനുശേഷം അതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഒരുപാടൊന്നും വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഏകദേശം ഒന്ന് മുങ്ങുന്ന വിധത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇത്രയും ആയിക്കഴിഞ്ഞാൽ നമ്മൾ മുട്ടക്കറി ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊന്ന് നന്നായി വറ്റിച്ച് എടുക്കുക. ആ എണ്ണയെല്ലാം മുകളിലേക്ക് തെളിയുന്ന വരെ നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. ഇത് വളരെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന മുട്ടക്കറിയാണ്. ഇതിന് ടേസ്റ്റ് ആണെങ്കിൽ ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റാണ്. അപ്പോൾ നിങ്ങളെല്ലാം ഒന്ന് ട്രൈ ചെയ്ത് കൊടുക്കുക. ഇതിൽ ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അരിദോശയാണ് ഇതിനൊപ്പം കോമ്പിനേഷനായിട്ട് എടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചപ്പാത്തിയോ പൂരിയോ എന്ത് വേണമെങ്കിലും ഇതിന് കോമ്പിനേഷനായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ കണ്ട എണ്ണയൊക്കെ മുകളിലേക്ക് തെളിഞ്ഞ് വരുന്നവരെ നമ്മൾ ഇതിങ്ങനെ വഴറ്റിയെടുക്കേണ്ടതുണ്ട്. പിന്നെ അതിലേക്ക് മുട്ടയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മുട്ടക്കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്കും അറിയിക്കുക. എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കറിയാണ്, ഈസിയാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. സ്കൂളിൽ പോകുന്ന കുട്ടികൾക്കും എല്ലാം നമുക്ക് വേഗം ഇത് ചെയ്തു കൊടുക്കാം. കാരണം അധികം സമയമൊന്നും ആവശ്യമില്ലാത്തൊരു മുട്ടക്കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് പിന്നെയും വരുന്നതായിരിക്കും. ഇതേപോലത്തെ ചെറിയ ചെറിയ ഈസിയുള്ള കാര്യങ്ങളായിട്ടായിരിക്കും ഞാൻ വരുന്നത്. അപ്പോൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ഫീഡ്ബാക്കും കൂടി അറിയിക്കുക. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.